ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു മോഡൽ നൈറ്റി ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് എത്ര ഇറക്കമുണ്ടോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുത്തോണം. 52 ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്ത് 54 ആയിരിക്കണം. പിന്നെ വണ്ണം 38 ഇഞ്ച് ആണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടിയാണ് 48 എടുക്കുന്നത്. അപ്പൊ ഫ്രണ്ടിലത്തെ പീസിൽ ഞാൻ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും, 13 എടുക്കും. ബാക്കി 12 എടുക്കത്തുള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ 100 വിടുന്നത് കൊണ്ട് ഞാൻ 13 എടുക്കും, ഇച്ചിരി ലൂസ് കൂടെ വേണ്ടത് കൊണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോയി. എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ 13 ഇഞ്ച് 3 ഇഞ്ച് കഴുത്തകലം, 3 ഇഞ്ച് കഴുത്തകലം, 6 ഇഞ്ച് ഇറക്കം. തയ്യലൂടെ എല്ലാം കൂടെ കൂട്ടിയാണ് 3 ഇഞ്ച് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല റൗണ്ട് ആക്കി എടുത്തു. ഷോൾഡർ ഞാൻ 5 ഇഞ്ച് എടുത്തു. കൈക്കുഴി ഞാൻ 6.5 ഇഞ്ച് എടുക്കുവാണ്. 6.5 ഇഞ്ച് എടുത്ത് ഞാൻ 13 ഇഞ്ച് വണ്ണമാണ് എടുത്തിരിക്കുന്നത്. 13 ഇഞ്ച് വണ്ണം. ഇനി കൈക്കുഴി ഞാൻ അടയാളപ്പെടുത്തുവാണ്. ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് താഴോട്ട് 11 ഇഞ്ച് ഇറക്കത്തില് നമ്മള് ഇവിടെ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തുക ഫ്രണ്ടിലെ. അവിടുന്ന് നമ്മള് റൗണ്ട് വരച്ച് ഈ കൈക്കുഴിയുടെ അവിടോട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ കൈക്കുഴിയുടെ അവിടോട്ട് വരയ്ക്കുവാണ്. ചെന്ന് നിൽക്കുന്നത് കൈക്കുഴിയുടെ അവിടെ നിന്നും പിന്നെ ചെരിച്ച് മോൾപോട്ടൂടെ വരച്ചേക്കണേ. അങ്ങനെയാണ് ഇത് വരച്ചിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അളവല്ല എപ്പോഴും പറഞ്ഞിരിക്കുന്ന പോലെ അളവ് തന്നെ, ഒരളവ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് 38 ഇഞ്ച് വണ്ണത്തിന്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ കഴുത്തും ഷോൾഡറും എല്ലാം ആ വണ്ണത്തിനനുസരിച്ചുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തു. ഇവിടവും കട്ട് ചെയ്യുവാണ്. ഇനി ഈ കൈക്കുഴിയുടെ അവിടെ വരുമ്പോഴത്തേക്ക് ഇനി മോൾപോട്ട് കയറ്റി അങ്ങ് വരച്ചേക്കണം. വരച്ചേ. ഇനി ഇത് നമ്മൾ സെപ്പറേറ്റ് എടുക്കുവാണ്. ഇതിന് സെപ്പറേറ്റ് മാറ്റി എടുക്കുവാണ്. ഇതിലാണ് ഞാൻ ഈ മോഡൽ കാണിച്ചു തരാൻ പോകുന്നത്. മറ്റേ ഈ ഞുറിവിടുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഈ ഒരു പീസേ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ഫ്രണ്ടിലത്തെ പീസാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾ ഭാഗം. നമ്മൾ എന്നിട്ട് അതേ മോഡലിൽ തന്നെ വേറെ നല്ല തുണി, അകത്ത് വെക്കുന്ന തുണി, അകത്ത് വെക്കുമ്പോൾ ഒരുവിധം പന്നലായിരിക്കുമല്ലോ വരുന്നത്, അതല്ല നല്ല ഡിസൈനുള്ള ഒരു തുണി തപ്പിയെടുത്ത് നമ്മൾ അതേ മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തയ്ച്ചുകൊണ്ട് വരാം. ഇത് നമുക്ക് മോളിൽ പിടിപ്പിക്കാനുള്ളതാണ്. അതായത് ഇതിന്റെ മുകളിൽ പിടിപ്പിക്കാനുള്ളതാണ്. മറ്റേ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് ഇതിന്റെ അടിയിലാണ് പിടിപ്പിച്ചത്. പക്ഷേ ഇത് ഇതിന്റെ മുകളിൽ പിടിപ്പിക്കാനുള്ള തുണിയാണ്. അപ്പം ഞാനിത് തയ്ച്ചുകൊണ്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഫുള്ള് വേണ്ട. ഇതങ്ങ് ഇങ്ങേ അറ്റം വരെ ഉണ്ടല്ലോ, അവിടെ വരെ വേണ്ട, കുറച്ച് മതി. അതായത് ഈ കൈക്കുഴി ഉണ്ടല്ലോ, ആ കൈക്കുഴിയുടെ നേരെ താഴോട്ട് നിൽക്കുന്നിടം വരെ മതി. ഈ വരുന്നത് നമുക്ക് അകത്തോട്ടങ്ങ് തയ്ച്ച് മടക്കി ഇട്ടേക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങ് തയ്ച്ചേക്കണം. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ തയ്ച്ചേ. ഇനി നമുക്കിവിടെ പടി പിടിപ്പിക്കാം. പടി പിടിപ്പിച്ചതിന് ശേഷമേ ഇതിൻ്റെ അടിയിലത്തെ പിടിപ്പിക്കുന്നുള്ളൂ. ഇത്ര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ തേണ്ട മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൂർത്തിയാക്കി നമ്മൾ ഇവിടത്തെ പടിയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതേ ഈ കറുപ്പുണ്ടായിരുന്നു, ആ കറുപ്പ് കളറിൻ്റെ ചേരുന്ന ഒരു പൈപ്പിംഗ് ഞാനിതേ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടിയിലത്തെ ഭാഗം ഇതേ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളപ്പോൾ അടിയിലത്തെ പീസ് എടുത്ത് ഇത് ഞുറിവിട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ തയ്ക്കണം. എന്നാലേ ഈ ഞുറിവിട്ട് സെറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ അടിച്ചിട്ട് വരാം. ഇത് അതിൻ്റെ പുറം പീസാണ്. പുറയിൽ നമ്മൾ ഞുറിവിടത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുന്ന അളവ് തന്നെയാണ് ഞാൻ ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെടുത്തിരിക്കുന്നത് അതിന് ഫ്രണ്ടിലേക്ക് നമ്മൾ 13 എടുത്തെങ്കിൽ ഇവിടെ 12 എടുത്തിട്ടുള്ളേ. പിന്നെ നമ്മൾ 14 ഇഞ്ച് താഴ്ച, മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് താഴ്ചയിൽ ഇവിടെ 12 എടുത്തെങ്കിൽ 1 ഇഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത്, 11 ഇട ഒതുങ്ങി കിട്ടാൻ. പിന്നെ നമുക്ക് വീണ്ടും പുറകുവശം പൊങ്ങിയിരിക്കാൻ തോന്നുവാണെങ്കിൽ മാത്രം ഇവിടെ ഓരോ ടക്കിട്ട് കൊടുക്കണം. പിന്നെ ഈ 14 നമ്മൾ നേരെ ചെരിച്ചിങ്ങി താഴെ വരെ അങ്ങ് പോയിക്കും. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്ര ബീച്ച് ആ തുണിക്ക് കിട്ടുന്നോ അത്ര ആ താഴ്ഭാഗത്തെ വീതി എവിടം വരെ കിട്ടുന്നോ അവിടം വരെ അങ്ങ് പൊയ്ക്കൂ. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തിട്ട് തയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് എല്ലാം തയ്ച്ചു വെച്ചല്ലോ. ഇനി ഇതാണ് തയ്ക്കാൻ പോകുന്നത്.
ഇത് കട്ട് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, കഴുത്ത് ഇറക്കം 3 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്, അകലം എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്, ഷോൾഡർ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്, കൈക്കുഴി 6.5 ഇഞ്ച്. ഇവിടെ ഒരു വെട്ടിട്ടേക്കണം, പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം. ഇതേ മോഡലിൽ വെട്ടിയെടുക്കണം ഇതിന് പിടിപ്പിക്കാനുള്ള, കഴുത്ത് പിടിപ്പിക്കാനുള്ളത്. അപ്പം നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതെല്ലാം പൂർത്തിയാക്കിയേ. വേണ്ട, ഇതെല്ലാം ഒരു കെട്ടും പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ തയ്ച്ചിട്ടുണ്ട്, ഒരു പൈപ്പിങ്ങും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം തയ്ച്ചുകൊണ്ട് വരാം. നമ്മൾ ഈ ബാക്കിൽ ഈ പീസ് പിടിപ്പിക്കത്തില്ലേ, ഇത് ഒരു പ്രാവശ്യമേ അടിക്കാവുള്ളൂ. പിന്നെ ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഷോൾഡർ ഇതേ ഫിറ്റ് ചെയ്യണം, മറ്റേ ഫ്രണ്ടിലത്തെ പീസ്. അത് കഴിഞ്ഞ് ഇത് ഒരടിയും കൂടെ അടിക്കാവുള്ളൂ, 1-2 അടി അടിക്കാവേ. ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങോട്ട് വെക്കുവാണ്. നല്ല ഭാഗവും നല്ല ഭാഗം. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരല്ലെങ്കിൽ, അല്ലെങ്കിൽ എളുപ്പം അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നോക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും. അല്ല പിന്നെ പുറകിലോട്ട് പോയി പഴയ വീഡിയോകൾ തപ്പി എടുക്കണമല്ലോ. അതിലും നല്ലത് ഈ ഇടുന്നതിനകത്തൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാമല്ലോ എന്നും കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. ഏതായാലും ഇടുക വീഡിയോ, അപ്പോൾ പറഞ്ഞങ്ങ് പോകാം, അതിനാണ് പറയുന്നത്. ഇത് നമ്മളിങ്ങോട്ട് വെച്ചിട്ട് നല്ല ഭാഗം വെച്ചിട്ട് ഇതിൻ്റെ മുകൾപോട്ട് ഇങ്ങനെ കമത്തിയിട്ടേ, എന്നിട്ട് അടിക്കണം. ഒപ്പത്തിനായിരിക്കണേ എല്ലാ പീസും. ഇത് തെന്നിപ്പോകുന്നത് എന്താണെന്നറിയാം, എൻ്റെ ഒരു കൈ ക്യാമറയാണ്, അതുകൊണ്ടാണ് ഇത് തെന്നിപ്പോകുന്നത്. സ്റ്റാൻഡ് വെച്ചിട്ട് കാണിക്കുവാണെങ്കിൽ നല്ലപോലെ കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ വശം കാണിക്കാം. ഇത് ഞാൻ ക്യാമറ സ്റ്റാൻഡേ വെക്കാവേ. നമ്മൾ ഇതിങ്ങോട്ട് മാറ്റിയിടുക. എന്നിട്ട് ഇതെടുത്ത് ഈ നല്ല വശത്തിന് മുകളിൽ ഈ നല്ല വശം വെക്കുക. ഷോൾഡർ ഒപ്പം വെച്ചിട്ട് നമ്മൾ ഈ പിടിപ്പിച്ചത് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്നില്ലേ, ഇത് വീണ്ടും എടുത്ത് ഇതിൻ്റെ മുകൾപോട്ട് കമത്തി വെക്കുക. എന്നിട്ട് അടിച്ചേക്കുക. ഷോൾഡർ 2 പ്രാവശ്യം അടിക്കണം, എന്നാലേ സെറ്റ് ആകത്തുള്ളൂ. ഇനി നമ്മൾ ഈ തയ്ച്ചു കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ ഇതേ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല വശം ഇങ്ങനെ തിരിഞ്ഞ് വരും. കണ്ടോ, വരുവേ. നമ്മുടെ ഇത് മൂടിപ്പോയി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഓരോ അടി അടിക്കുക. ആദ്യം 1 അടിക്കുക, പിന്നെ ഒന്നുകൂടെ അടിക്കുക. അതിനു മുമ്പായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്, അത് വീണ്ടും പറയുവാണ്, നമ്മൾ ഓരോ ചെറിയ വെട്ടിട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ തയ്ച്ച തയ്യലേ കൊള്ളരുത്, അല്ലാതെ ഇതിന് ഭാഗം നല്ലപോലെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഓരോ വെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേണ്ട് നമ്മൾ ഈ നൈറ്റ് തയ്ച്ച് കഴിഞ്ഞ് ഇത് മുൻവശത്ത് ഞുറിവും പുറവശത്ത് പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി പീസാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്, നൈറ്റിയാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ നൈറ്റി തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മുൻവശത്ത് ഞുറിവും പുറവ് ഞുറിവില്ലാതെയാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തയ്ക്കുന്നതാണ്. അപ്പം ഇത് ഫ്രണ്ട് ഭാഗമാണ്, 2 ചരട് കൂടി ഇങ്ങനെ കെട്ടുകൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാക്ക് ഭാഗം, ഇതുണ്ട് പ്ലെയിനായിട്ട് തയ്ച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇട്ട് നോക്കിയിട്ടേ, ഇത് ഇവിടെ പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ പിന്നെയും വേണമെങ്കിൽ ഇടയൊന്ന് ഒതുക്കിയേരെ, ടാക്ക് ഇട്ടിട്ട്. ഞാനിത് ഒതുക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. എൻ്റെ അളവാണ് ഞാൻ ഈ ഓരോ വീഡിയോയിലും ഞാൻ എൻ്റെ അളവാണ് പറയുന്നത്. 38 ഇഞ്ച് വണ്ണമെന്ന് 52 ഇഞ്ച് ഇറക്കമെന്നും പറയുന്നത് എൻ്റെ അളവാണ്. മുൻവശമാണിത്. ബായ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബായ്ക്ക്. നമുക്ക് ഇത് ഞാൻ ഈ 14 ഇഞ്ച് ഇറക്കത്തില് ഞാൻ 1 ഇഞ്ച് ഇട ഒതുക്കിയത് കൊണ്ട് ഇത് പൊങ്ങിയിരിപ്പില്ല. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിത് പൊങ്ങി വന്നേനെവായിരുന്നു. വരുന്നു മോളെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.